നമുക്ക് മറ്റിടങ്ങളിലെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു എന്ന വിവരമാണ് വരുന്നത്. നമുക്കറിയാം, കാലവർഷം സജീവമായി നിൽക്കുന്ന സമയത്താണ് ഈ ന്യൂനമർദ്ദം കൂടി വരുന്നത്. വരുന്ന 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രജിത്ത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലവർഷം വളരെ സജീവമായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടത്. അതിപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു എന്ന് പറയുമ്പോൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. കാലാവസ്ഥാ പ്രവചനം എന്താണ്? മഴ ശക്തമായി തുടരുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരത്തെ അറിയിപ്പുണ്ടായിരുന്ന ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത 5 ദിവസവും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുമെന്നുള്ളൊരു അറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ അടുത്ത 5 ദിവസം മെയ് 29, 30 വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും മെയ് 29, 31 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെയ്യുന്ന മഴയെപ്പറ്റിയുള്ള ചില കണക്കുകളും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്നുണ്ട്. IMD പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഇത് ഒരു സമയക്രമം അനുസരിച്ചുള്ള കണക്കുകളല്ല, ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന രീതിയിലാണ് IMD പുറത്തുവിടുന്നത്. ഈ കേരളത്തിൽ മഴ പെയ്യുന്നത് ഏറ്റവും ശക്തമായ മഴ ഇപ്പോൾ ഏറ്റവും പുതിയതായി IMD പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കണ്ണൂരിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്തിട്ടുള്ളത്. 11 സെൻറ്റിമീറ്റർ മഴ. തൃശ്ശൂരിലെ ചാലക്കുടിയിൽ 9 സെൻറ്റിമീറ്റർ മഴയും പെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതോടൊപ്പം തന്നെ 31 തവണയാണ് സംസ്ഥാനത്ത് ഇത്ര അതിശക്തമായ മഴ പെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ ശക്തി സംബന്ധിച്ച ചില കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ശക്തമായ കാറ്റ് വീശുന്നത്. 68.5 km/h വീശുന്ന കാറ്റാണ് പാലക്കാട് ജില്ലയിൽ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ 66.6 km/h ഈ പറയുന്ന രീതിയിൽ കാറ്റ് വീശുന്നത്. ഇടുക്കിയിൽ 61, തിരുവനന്തപുരത്ത് 55, കണ്ണൂരിൽ 53 എന്നിങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിവിധ ജില്ലകളിൽ വീശുന്ന അതിശക്തമായ കാറ്റ് എന്നുള്ളത്. 66 km വേഗത്തിലൊക്കെയുള്ള കാറ്റ് വീശുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഏറ്റവും പുതിയ മഴ അലർട്ടും പുറത്തു വരും. വിവിധ ജില്ലകളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ന് സംസ്ഥാനത്തെ 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ റെഡ് അലർട്ട് തുടരുമോ അതോ പുതിയ അലർട്ടുകളായിരിക്കുമോ വരിക എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. എന്തായാലും മഴ ശക്തമായി തുടരുമെന്നുള്ളത് ഈ ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ കാറ്റ് പശ്ചാത്തലത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും പുതിയതായി നൽകുന്ന അപ്ഡേറ്റ്. അതായത് കുറച്ചുകൂടി അലർട്ടിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്നാണ് ഈ മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മൾ തന്നെ ഇന്നലെ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. ഈ തരത്തിൽ കാലവർഷം സജീവമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രളയ സമാന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത. അതേസമയം ഇപ്പോൾ ഈ അലർട്ടുകൾ നിലനിൽക്കുന്ന പത്തനംതിട്ട, ഇടുക്കി ജില്ലകളും മലയോര ജില്ലകളാണ്. അത് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. കാരണം ഉരുൾപൊട്ടൽ നമ്മുടെ ഉറക്കം കെടുത്തിയ ദിവസങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ സംവിധാനങ്ങൾ? കൂടുതൽ കരുതൽ വേണം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊക്കെ നൽകുന്ന അറിയിപ്പുകൾ. ജില്ലാ കളക്ടർമാർക്കൊക്കെ കഴിഞ്ഞ ദിവസം ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിയന്തരമായി ക്യാമ്പുകളും സംഭരണ കേന്ദ്രങ്ങളും ഒക്കെ തുടങ്ങേണ്ടി വന്നാൽ അതിന് പണം അനുവദിക്കാനുള്ള, പെട്ടെന്ന് എടുത്ത് ചെലവഴിക്കാനുള്ള അനുമതി അത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഈ രീതിയിലുള്ള അനുമതി കഴിഞ്ഞ ദിവസം ഇത്ര രൂപ വെച്ച് ചെലവഴിക്കാനുള്ള അനുമതിയൊക്കെ സർക്കാർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കണമെന്നുള്ളത്. ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള ജീവൻ രക്ഷാ സംവിധാനങ്ങൾക്കും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 44 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. അതിൽ 327 കുടുംബങ്ങളിൽ നിന്നായി 1093 പേരെയാണ് നിലവിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ചില അപകടങ്ങളുടെ ഒരു കണക്കും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 27-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഉള്ള കണക്കുകൾ അനുസരിച്ച് 2 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലവർഷ കെടുതിയിൽ എന്നുള്ളത്. ഈ സമയത്തെ കണക്കുകൾ മാത്രമാണ്. അങ്ങനെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. ഒരുപക്ഷെ ഇന്ന് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുകയാണെങ്കിൽ കൂടുതൽ
ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. മറ്റ് ജില്ലകളിൽ ഈ പറയുന്ന രീതിയിൽ റെഡ് അലർട്ട് വരികയാണെങ്കിൽ അവിടെയും ക്യാമ്പുകളൊക്കെ തുറക്കേണ്ടി വരും. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒട്ടനവധി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഈ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ദുരന്തത്തിനുള്ള സാധ്യതയുള്ളത്, തീരപ്രദേശങ്ങളിലാണെങ്കിൽ ശക്തമായ തിരടിയിൽ വീടുകൾ തകരാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നേരത്തെ തന്നെ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ അതിനുള്ള നടപടികൾ ആരംഭിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്കൊക്കെ ഈ വരുന്ന അലർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഇതിന് നേരത്തെ തന്നെ ഒരു പ്രവർത്തന മാതൃകയൊക്കെ ഉള്ളതാണ്, SOP ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ SOP അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ട് പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ജില്ലാ ഭരണകൂടങ്ങളും ഒക്കെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അത് ഈ അലർട്ടുകൾ വരുന്നതും അലർട്ടുകൾ ഒഴിവാക്കുന്നതും ഒക്കെ പരിഗണിച്ചായിരിക്കും ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുക. എന്തായാലും ഇന്ന് സംസ്ഥാനത്ത് 4 ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. ഈ അല്പസമയത്തിനുള്ളിൽ ആ അലർട്ട് എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയാൻ കഴിയും. നാളെ 6 ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് ജില്ലകളിലാകട്ടെ ഓറഞ്ച് അലർട്ടുമാണ്. അപ്പോൾ ഈ പുതിയ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സാന്നിധ്യത്തിൽ, അത് തീവ്ര ന്യൂനമർദ്ദമായി പ്രാപിച്ച സാഹചര്യത്തിൽ ഈ അലർട്ടുകൾ കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടാകാനോ കൂടുതൽ ജില്ലകളിൽ അതിതീവ്രമായ മഴ പെയ്യാനുള്ള സാഹചര്യമോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുമോ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും. ശരി പ്രജിത്ത്, ഏതായാലും 5 ദിവസം കൂടി വ്യാപകമായി കനത്ത മഴ പെയ്യും എന്ന റിപ്പോർട്ടാണ് നിലവിലുള്ളത്.